എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച തന്നെയാണ് ഈ ഒരു വീഡിയോയും. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ നഷ്ടപ്പെടുന്നതിന് മറ്റുള്ളവർ കാരണക്കാരാവാറുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിനേക്കാളേറെ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമൊക്കെ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്തകളോ നമ്മുടെ പ്രവൃത്തികളോ ഒക്കെ തന്നെയാണ് നമ്മുടെ എല്ലാ ഭൂരിഭാഗം മാനസികമായ അസ്വസ്ഥതയിലേക്കും നമ്മളെ തള്ളിയിടുന്നതിന് കാരണമാകുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. 2 കാരണങ്ങൾ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് 3-ാമത്തെ പോയിന്റാണ്. ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ, ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ജീവിതത്തിൽ എന്ത് നേടിക്കഴിഞ്ഞാലും അതിനൊരു തൃപ്തി സംതൃപ്തി കണ്ടെത്താനാവാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ ഒരുപാട് അസ്വസ്ഥതയിലേക്ക് തള്ളിയിടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും കൃത്യമായിട്ട്. നമ്മളിപ്പോൾ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ച് നമ്മുടെ ബഡ്ജറ്റൊക്കെ മനസ്സിലാക്കി അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു വീട് പണിയുന്നു. അങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞ് പൂർത്തിയായി നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞ് നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയെന്ന് കരുതുക. അങ്ങനെ താമസിച്ച് തുടങ്ങുമ്പോഴാണ് മെല്ലെ മെല്ലെ നമ്മുടെ വീടിനെ കുറിച്ച് തന്നെ അതിൻ്റെ പോരായ്മകൾ നമ്മൾ തിരിച്ചറിയുക. മറ്റ് പല വീടുകളിലും പോകുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട് ഇതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാമായിരുന്നു എന്നും ഇങ്ങനെയല്ല ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്, ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇന്ന് ബുദ്ധിമുട്ടുകളൊക്കെ ഈ വീടിനുണ്ട് എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇത് നമ്മുടെ വീടിനെ കുറിച്ചുള്ള ഒരു തൃപ്തിയില്ലായ്മയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും അത് പിന്നീട് മാനസികമായ ഒരു അസ്വസ്ഥതയിലേക്ക് സ്വസ്ഥത കുറവിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും. എപ്പോഴും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളായിട്ട് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇത് വീടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആഗ്രഹിച്ച് നമ്മളൊരു ജോലി നമ്മൾ നേടിയെന്ന് കരുതുക. കാരണം ജോലിയില്ലാതെ നമ്മൾ നിൽക്കുന്ന സമയമായിരിക്കാം, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ജോലി കിട്ടണമെന്ന്. അങ്ങനെ ഒരുപാട് പരിശ്രമിച്ച് നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ നമുക്കൊരു ജോലി കിട്ടുന്നു. ഈ ജോലി കിട്ടിക്കഴിഞ്ഞ ആ സമയത്തൊക്കെ വളരെ വലിയ സന്തോഷവും ആവേശവും ഒക്കെ നമുക്കുണ്ടാവും. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ജോലി ശരിയല്ലെന്നും ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നും ഇതിനേക്കാൾ മികച്ച ജോലി നമുക്ക് നേടിയെടുക്കണമെന്നും ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നിലവിൽ ചെയ്യുന്ന ജോലി എന്താവും? ഒരു അസംതൃപ്തിയിലേക്ക്, തൃപ്തിയില്ലായ്മയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് രാവിലെ ജോലിക്ക് പോവുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയായിട്ട് മാറുന്നു. നമുക്കൊരു താല്പര്യവുമില്ലാത്ത അവസ്ഥയിലേക്ക് അത് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങിച്ചു എന്ന് കരുതുക. നമുക്കറിയാം നമ്മുടെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നമ്മളൊരു ചെറിയൊരു വാഹനം വാങ്ങിക്കുന്നു. ഈ വാഹനം നമ്മൾ ഒരു 4 വീലർ അല്ലേ, നമ്മളൊക്കെ ഒരു കാർ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് പല ആളുകളെ സംബന്ധിച്ചിട്ട് വലിയൊരു ആഗ്രഹം തന്നെയാണ്. അപ്പം അത് നമുക്ക് ഒതുങ്ങുന്ന ഒരു ചെറിയൊരു വാഹനം നമ്മൾ വാങ്ങിച്ചു. അതങ്ങനെ വളരെ സന്തോഷത്തോടെ ഓടിച്ചു തുടങ്ങുമ്പോഴാണ് മറ്റ് പല വാഹനങ്ങളും കാണുമ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ മറ്റ് പല വാഹനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടെങ്കിലുമൊക്കെ നമുക്ക് നമ്മൾ വാങ്ങിച്ച വാഹനം ശരിയല്ല എന്ന രീതിയിൽ ഒരു തൃപ്തിയില്ലായ്മയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. ഇതൊരു മാനസികാവസ്ഥയാണ് അല്ലേ, നമ്മളെ പരാജയപ്പെടുത്തുന്ന, നമ്മുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കി കളയുന്ന, ജീവിതത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തി കളയുന്ന പ്രധാനപ്പെട്ട ഒരു മാനസികാവസ്ഥയാണ് ഈ തൃപ്തിയില്ലായ്മയിലേക്ക് ഒരു മനുഷ്യ മനസ്സ് ഇങ്ങനെ വഴിമാറി പോകുന്നു എന്നുള്ളത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോഴും പല ആളുകളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹിച്ച് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങും. ബിസിനസ്സൊക്കെ തുടങ്ങി അതിൽ നമ്മൾ വിചാരിച്ച ലാഭം ആദ്യം കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഇത് ശരിയല്ല എന്ന് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് തന്നെ ചിന്തിച്ച് ഇതിനേക്കാൾ മറ്റൊരു ബിസിനസ്സായിരുന്നു നല്ലത് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ തുടങ്ങിയ ബിസിനസ്, ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയ ബിസിനസ് നമുക്ക് തൃപ്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത്. ഇങ്ങനെ നമുക്ക് ഒരുപാട് കാരണങ്ങൾ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ തൃപ്തിയില്ലായ്മയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരുപാട് കാരണങ്ങൾ. ഈ മാനസികാവസ്ഥ ജീവിതത്തിൽ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. സംതൃപ്തി കണ്ടെത്താനാവുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിതത്തെ കൈകാര്യം ചെയ്യാനാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ തൃപ്തിയില്ലായ്മ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
ഉറച്ച തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ചെയ്യുന്ന ഒരു കാര്യത്തിൽ സംതൃപ്തി കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഈ ഉറച്ച തീരുമാനങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ പിൻബലത്തിലാണ്. അപ്പോൾ നമുക്കുണ്ടാവേണ്ടത് ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ജീവിതത്തിൽ ഒരു കാര്യം നേടിയെടുക്കുമ്പോഴാണെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ഉറച്ച തീരുമാനങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളൊരു കാര്യം പൂർത്തിയാക്കുന്നിടത്ത് അവിടെ നമുക്ക് സംതൃപ്തി കണ്ടെത്താനാവും. ഇവിടെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്ന്. ആ ബഡ്ജറ്റിന് അനുസരിച്ച് നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയ ഒരു കുടുംബമാണ് നമ്മുടേതെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമുക്കെന്താണോ ആവശ്യമുള്ളത് അത് മാത്രം പണിതുയർത്തി അവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ വ്യക്തമായ കാഴ്ചപ്പാടുള്ളവർ ജീവിക്കും. അവിടെ ഉറച്ച തീരുമാനമായിരിക്കും. മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും ഉറച്ച തീരുമാനമുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളുകൾ ചിന്തിക്കുകയില്ല. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി നടത്തുക എന്നിടത്താണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ളവർക്ക് ഒരു വീട് പണിയാൻ കഴിഞ്ഞാൽ അവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ജീവിക്കാൻ കഴിയും. അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോൾ മറ്റ് വീടുകളെ കാണുന്ന സമയത്തും മറ്റ് സൗകര്യങ്ങൾ കാണുന്ന സമയത്തും എൻ്റെ വീടും ഇതുപോലെ ആക്കാമായിരുന്നു എന്ന ചിന്ത വ്യക്തമായ കാഴ്ചപ്പാടുള്ളവർക്ക്, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവർക്ക് ഉണ്ടാവുകയില്ല. നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നതും ഇതാണ്. വ്യക്തമായ അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവനവൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ പലപ്പോഴും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഉറച്ച കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും നമുക്ക് പലപ്പോഴും സാധിക്കാറുമില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് ഒരു സംതൃപ്തി കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്. ഇവിടെ നമുക്കുണ്ടാവേണ്ടത് വ്യക്തമായ കാഴ്ചപ്പാടുകളാണ്. വ്യക്തമായ കാഴ്ചപ്പാടുള്ളവർ മറ്റുള്ളവരുമായിട്ട് സ്വയം കമ്പയർ ചെയ്യില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വ്യക്തമായ കാഴ്ചപ്പാടുകളും ഉറച്ച തീരുമാനങ്ങളുമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറുക. നമ്മൾ വളരെ യുണീക്ക് ആവുന്നത് അപ്പോഴാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയും? സംതൃപ്തിയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എന്ത് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ നമുക്കതിനോട് മടുപ്പ് തോന്നുകയും സ്വാഭാവികമായിട്ട് തൃപ്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ആ സാഹചര്യം വഴിമാറിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ തൃപ്തിയില്ലാത്ത ഒരാളാവരുത്. ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നേടിയെടുക്കുമ്പോഴും അതിൽ ഒരാത്മസംതൃപ്തി ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനാവണം. അല്ലാതെ എല്ലാം നേടിയതിനു ശേഷം കുറച്ച് കഴിഞ്ഞ് അത് ശരിയല്ലെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴാണ് നമുക്ക് സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനാവുക. അതുകൊണ്ട് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവട്ടെ, ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. അതിലൂടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സംതൃപ്തിയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതാണ് നിങ്ങളോട് പറയാനുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. നാലാമത്തെ മറ്റൊരു പോയിന്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.